അടിപൊളിയായിട്ടുണ്ട് രേണു. അങ്ങനെ നാട്ടുകാർ പലതും പറയും. പക്ഷേ നമ്മൾ വിധവയായെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം തീരുന്നൊന്നുമില്ല. നമ്മളവിടെ നിന്ന് അങ്ങോട്ട് ജീവിച്ചേ മതിയാവും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വേണ്ട, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്നൊന്നും പറയണ്ട, നമുക്ക് വേണ്ടി തന്നെ ജീവിച്ചേ മതിയാവുള്ളൂ. രേണുവിനെ വിടാതെ പിന്തുടരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ വിടാതെ പിന്തുടരുന്നത് ആ കുട്ടിയെ പറ്റി കുറ്റം പറയാൻ. ആ കുട്ടി ചെറുപ്പക്കാരിയാണ്, ഭർത്താവ് മരിച്ചു 1 വർഷം കഴിഞ്ഞു. ഇനി ഭർത്താവ് മരിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പുലഭ്യം പറഞ്ഞിട്ടുണ്ട് രേണുവിനെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും